വളരെ സീരിയസ് ആണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ. എന്ന് മാത്രമല്ല കെ എസ് ശബരിനാഥ് നഗരസഭയിൽ ജയിച്ച് അവരുടെ നഗരസഭയുടെ നഗരപിതാവായി മാറിക്കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ ഒഴിവ് വരുമ്പോൾ അടുത്ത MP സ്ഥാനത്തേക്ക് അവർ കണ്ടുവച്ചിരിക്കുന്ന ഒരു പേര് കൂടിയാണ് ശബരിനാഥ്. അങ്ങനെ ഒരു ഗ്രാൻഡ് പ്ലാനോട് കൂടിയാണ് ശബരിനാഥിനെ ഇറക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ അണിനിരത്താനും ശബരിനാഥിനെ പോലൊരു പേര് മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞത് അവരുടെ മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. പക്ഷേ ചരിത്രം മറക്കരുത്, ഒരു കാലത്തും കോൺഗ്രസും UDFും ഗതി പിടിച്ചിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് 91 തുടങ്ങുമ്പോൾ അന്ന് ജില്ലാ കൗൺസിലിൽ 14 ഇടതുമുന്നണി തൂത്തുവാരുകയായിരുന്നു. അതിനുശേഷം 95 3 ടയർ സംവിധാനം വരുന്നത്. അന്ന് മുതൽ LDFിൻ്റെ തേരോട്ടമാണ്. ആകെ വ്യത്യാസം ഉണ്ടായതെന്ന 2015 50% സ്ത്രീ സംവരണം വന്നതിന് ശേഷം കോൺഗ്രസ്സിന് കുറച്ച് രീതിയിൽ നില മെച്ചപ്പെടുത്താൻ പറ്റി. 37% വോട്ട് കിട്ടുന്നത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ അവർ കുറച്ചുകൂടെ നില മെച്ചപ്പെട്ടു. 2020 ആകുമ്പോഴേക്കും പിന്നെയും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷനുകളാകെ 2 ഉണ്ടായിരുന്നു. അന്ന് കണ്ണൂരും കൊച്ചിയും ഉണ്ടായിരുന്നു. അത് അവസാനം കണ്ണൂർ മാത്രമായി തീരുകയും കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്ത് അവർ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ഗതികേടിലേക്ക് മാറുകയും ചെയ്തു.